എത്തിയോടാ? അയ്യോ സോറി മാം, ഞാൻ മ്യൂട്ട് ചെയ്ത് അറിയാതെ എത്തിയെന്ന് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് തുടങ്ങാവേ. ഓക്കെ, ആരാണ് സ്ക്രീൻ ഷെയർ ചെയ്യോ? ചെയ്തു മാം. മാം എടുത്തോളൂ കേട്ടോ. നമ്മൾ ആക്ഷൻസ് റൈറ്റ് ക്ലിക്ക് വരെ അല്ലേ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ. ഇനി ആക്ഷൻസ് ഡോട്ട് കോണ്ടെക്സ്റ്റ് ക്ലിക്ക് ഓഫ് ഇൻപുട്ട് ഫോം ഇല്ലേടാ, ഒന്ന് കമന്റ് ചെയ്യാം മാം. ഏതാണ് മാം? നമ്മൾ ഇന്നലെ റൈറ്റ് ക്ലിക്കിന്റെ ഒരു കോഡ് എഴുതിയില്ലായിരുന്നോടാ? ആക്ഷൻ ഡോട്ട് കോണ്ടെക്സ്റ്റ് ഡോട്ട് ക്ലിക്ക് എന്നൊരു കോഡ് എഴുതിയില്ലേ? ആ ലൈൻ മാത്രം ഒന്ന് കമന്റ് ചെയ്തേ. ആക്ഷൻ ചെയിൻ അവിടെ നിർത്താം അല്ലേ? ആക്ഷൻ ചെയിൻസ് അവിടെ തന്നെ വെക്കാം. ഇനി അതിന്റെ തൊട്ട് താഴെ ഒന്ന് ടൈപ്പ് ചെയ്തോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ആക്ഷൻ എന്ന് വെച്ചാൽ മൗസ് ഹോവറിംഗ് ആണ്. ഹോവറിംഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മൗസിന്റെ പോയിന്ററിനെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെക്കുക. ഓക്കെ മാം, ഇപ്പൊ ടൂൾ ടിപ്പ് ഒക്കെ കാണണമെങ്കിൽ അല്ലേ? ജസ്റ്റ് നമ്മൾ ടൂൾ കിറ്റ് ഒന്നും കാണത്തില്ല, ജസ്റ്റ് ഒരു ഹാൻഡ് ഐക്കൺ പോലെ വരും. ജസ്റ്റ് പോയി അതിന്റെ മുകളിൽ കഴ്സർ വെക്കുക, അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുവരിക. ക്ലിക്കിംഗ് ഇല്ല. ഇമ്പോർട്ട് ഒക്കെ ചെയ്യാൻ പോകുന്നത് പോലെ. അതെ അതെ അതന്നെ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷന്റെ പേരാണ് മൂവ് ടു എലമെന്റ്. മൂവ് _to element. ടൈപ്പ് ചെയ്ത താഴെ ആക്ഷൻസ് ഡോട്ട് നിങ്ങൾ പണിയെടുക്കാൻ സമ്മതിക്കൂല തോന്നുന്നു. Move to element. _element. Input form dot perform. Input form dot perform. ഈ ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ പറഞ്ഞോട്ടെ. എനിക്കിവിടെ ഒരു എറർ അടിക്കണ്ടല്ലോ മാം. ഒന്ന് ഷെയർ ചെയ്തേടെ സ്ക്രീന്. ഒരു മിനിറ്റ്, മനസ്സിലായി എന്നാണ്. ഓക്കെ. ഡയാന, സുബിറ്റി, അതുപോലെ അജിത്ര, നിങ്ങൾ ചെയ്തീനോടാ? ചെയ്തു. കിട്ടിയില്ലായിരുന്നു? ഡൗട്ട് ഉണ്ടോ? നമ്മളിവിടെ ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ രണ്ടിടത്തും വിളിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്, ലെറ്റ്സ് സേ നമ്മൾ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ മൂവ് _to element ആക്ഷൻ ചെയിൻസിലെ ഒരു ഫംഗ്ഷനെ ഞാൻ ഇൻവോക്ക് ചെയ്തു. ഇൻവോക്ക് ചെയ്ത ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഹോവറിംഗ് നടക്കണമെങ്കിൽ ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. ക്ലിയർ ആണോ? ഈ ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചില്ലെങ്കിൽ
എന്ത് സംഭവിക്കും? നമുക്കത് അവിടെ ഹോവർ ആവത്തില്ല. പക്ഷെ നമ്മൾ മൂവ് അണ്ടർസ്കോർ ടു അണ്ടർസ്കോർ എലമെന്റ് എന്ന ഫംഗ്ഷനെ വിളിച്ചിട്ടുമുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടെ പറയണം. ഓക്കെ. ഈ ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. അതായത് ആക്ഷൻസ് ഡോട്ട് മൂവ് ടു എലമെന്റ് ഡോട്ട് ഇൻപുട്ട് ഫോം വരെ ഉള്ളൂ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹോവറിങ് നടക്കത്തില്ല. നമ്മൾ ഈ മൂവ് ടു എലമെന്റ് യൂസ് ചെയ്ത് ഹോവർ ചെയ്യാനാണ് അല്ലേ? സോ ആ ഹോവറിങ് നടക്കത്തില്ല. ഹോവറിങ് നടക്കണമെങ്കിൽ ഡോട്ട് പെർഫോം എന്ന് പറഞ്ഞിട്ട് വേണം വിളിക്കാൻ. അപ്പം ഇതിന്റെ കേസിലോ മാം? ആ കേസിലും ഏത് കേസിലാണെങ്കിലും ആക്ഷൻ ചെയിൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോട്ട് പെർഫോം കൂട്ടി തന്നെ വിളിക്കണം. അത് എന്റെ സിൻടാക്സ് ആണ്. ആക്ഷൻ ചെയിൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ക്ലിക്ക് ചെയ്തായിരുന്നല്ലോ, അപ്പം അവിടെ ഡോട്ട് പെർഫോം ഇല്ലേ? ഉണ്ടായിരുന്നോ? ഓക്കെ. ഡോട്ട് പെർഫോം വിളിച്ചിട്ടില്ലേ? ആ ഡോട്ട് പെർഫോം ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായോ? ആ ഡോട്ട് പെർഫോം എന്ന ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആയോ? ക്ലിയർ ആയോടാ ശിഖ? ക്ലിയർ ആയി. ഇനി ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. അതായത് എന്ത് ആക്ഷൻ ആണോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അത് പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ പെർഫോം ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്നത്. അതെ. ഓക്കെ. മാം എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ? എക്സിക്യൂട്ട് ചെയ്തോളാം. എന്ത് സംഭവിച്ചു? പക്ഷെ ഇൻപുട്ട് ഫോമിലോട്ട് പോകാൻ ഞാൻ കണ്ടില്ലല്ലോ ഒന്നും. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോ? അവിടെ ഇൻപുട്ട് ഫോം കൊടുത്തു. കോഡിലേക്ക് വന്നേ? ഒരു സെക്കൻഡ്. വന്നില്ലേ? ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറിൽ വന്നു പോയത് കണ്ടോ? ഓ അത് ഓക്കെ. ഹോവറിംഗ് മാത്രമല്ലേ സംഭവിക്കത്തുള്ളൂ. മാം എനിക്കൊന്ന് ഇത് കൂടുതൽ വിസിബിൾ ആവുന്നത് ഈ ടൂൾ ടിപ്പ് ഒക്കെ ഉണ്ടെങ്കിലാണ് അല്ലേ? അതെ അതെ അതെ. ഒരു സെക്കൻഡ് മാം, ഒന്നുകൂടി ഞാൻ എക്സിക്യൂട്ട് ചെയ്തോ. മാം ഈ മൗസ് ഓവറിന്റെ മുകളിലുള്ളത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാനായിട്ടല്ലേ? അതെ. ഹോവറായി കണ്ടോടാ? ശിഖ കണ്ടായിരുന്നോടാ? കണ്ടായിരുന്നു. ഓക്കെ. ഇതിന്റെ താഴെ ഇനി ഒരു ഫംഗ്ഷൻ കൂടി ക്രിയേറ്റ് ചെയ്യടാ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തേ പുതിയതായിട്ട്. ഇതിന്റെ താഴെ അല്ലേ? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഡ്രഫ് വെരിഫൈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അല്ലേ? അതെ. വെരിഫൈയോ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു URL തന്നിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് നാവിഗേറ്റ് ചെയ്യാം കേട്ടോ. പോയി വെരിഫൈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തേച്ച് പിന്നെ നമുക്ക് മാം സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് അങ്ങനെ കൊടുത്താൽ മതിയോ? അതോ വേരിയബിൾ സെൽഫ് ഡോട്ട് ബ്രൗസർ കൊടുത്തല്ലേ? ബ്രൗസർ എന്തിന്റെ
ആക്സസ് ബ്രൗസർ എന്തേ? അയ്യോ, അതന്നെ ഞാനും ആലോചിക്കുന്നേ. ഇതെന്തായിരുന്നു? ഹാൻഡ്ലിംഗ് ആക്ഷൻസ് എടുക്കുക. ഹാൻഡ്ലിംഗ് ആക്ഷൻ. ഓക്കെ. എന്തായിരുന്നു? സെൽഫ് ഡോട്ട് ഗെറ്റ് ഡോട്ട് browser dot get. മാം എന്നിട്ട് ഈ URL പാസ് ചെയ്യണല്ലേ? അതെ. ഓക്കെ. ഓക്കെ. ഇനി ആ URL ഒന്ന് ഓപ്പൺ ചെയ്തേടാ. കൺട്രോൾ അതങ്ങ് ഓപ്പൺ ചെയ്ത. അയ്യോ, കൺട്രോൾ എന്തായിരുന്നു മാം? ഷോർട്ട് കട്ട് പറഞ്ഞിരുന്നു. കൺട്രോൾ അടിച്ചിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. ഇതിൽ ഡ്രാഗബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് ഇട്ട് നോക്കിക്കേ. അത് താഴേക്ക് തൊട്ടിപ്പുറത്തേക്ക് ആ ഒരു റെക്ടാങ്കിൾ ബോക്സിലേക്ക്. റെക്ടാങ്കിൾ ബോക്സിൽ ഇടുമ്പോൾ അത് ഡ്രോപ്ഡ് ഐറ്റംസ് ലിസ്റ്റ് ഐറ്റംസ് ലിസ്റ്റ് ആയിട്ട് വരും. ഇതാണ് നമുക്കിനി പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ അതിനാദ്യം തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾ ഏത് എലമെന്റിനെയാണോ ഡ്രാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഇൻസ്പെക്ട് ചെയ്ത് എക്സ്പാത്ത് ചെയ്തിക്കേ. മാം അവിടെ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയല്ലോ മാം? തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓക്കെ. ഇപ്പൊ ഡ്രാഗ് 2 ആണെങ്കിൽ ഞാൻ അത് ഇൻസ്പെക്ട് ചെയ്യുമ്പോ സ്പാൻ ആണല്ലോ മാം? അത് സ്പാൻ ആണ്. അപ്പൊ എക്സ്പാത്ത് ചെയ്തുമ്പോ എന്താ അത് ടാഗ് നെയിം വരിക? അല്ല, സ്പാൻ വരും. പക്ഷെ ഏതെടുക്കണം? സ്പാന് സ്ക്വയർ ബ്രാക്കറ്റില് അറ്റ് ഡ്രാഗബിൾ ട്രൂ എന്നാണോ? അതെ, ഡ്രാഗബിൾ ഈക്വൽസ് ട്രൂ. ഡ്രാഗബിൾ ഈക്വൽസ് ട്രൂ കൊടുത്താൽ കിട്ടത്തില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാ വരുന്നേ? അത് ടെക്സ്റ്റോ? ടെക്സ്റ്റ് വെച്ചെടുത്തോ. ഡ്രാഗബിൾ n%2. ഓക്കെ. സ്പാന്. ഓക്കെ. മാം അതെന്താ ട്രൂ വെച്ചാ കിട്ടാത്തെ? എല്ലാവർക്കും ഡ്രാഗബിൾ ഈക്വൽസ് ട്രൂ അല്ലേ? ഒരെണ്ണം റിട്രീവ് ചെയ്യോ? ഓ ശരി ശരി ശരി. അതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? //tag name brackets text function brackets equals text. ബ്രാക്കറ്റില് അറ്റ് ഡ്രാഗബിൾ. അറ്റില്ല. ഇട്ടിട്ടുണ്ട് സിന്റാക്സ്. അതിന് ജസ്റ്റ് ആട്രിബ്യൂട്ട് ആൻഡ് വാല്യൂ ആണോ? ടെക്സ്റ്റ് അല്ല, ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഈക്വൽസ് വാല്യൂ. ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, നോക്കിക്കേ. ഒരു ടാഗിന്റെ ടെക്സ്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് ഇപ്പൊ ചാറ്റിൽ തന്നിട്ടുള്ളത്. എന്റെ ചാറ്റ് എന്ത് ചെയ്യും? ഇൻകോൾ മെസ്സേജ് എടുക്കുക. അത് വലുതാക്കുക. ഓക്കെ. ടാഗ് നെയിം ടെക്സ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ. ഇതിപ്പം ഈ ഫോർമാറ്റ് അങ്ങനെ തന്നെ പേസ്റ്റ് ചെയ്ത് എന്നിട്ട് ആ ടാഗ് നെയിമും ടെക്സ്റ്റ് ഈക്വൽസ് വാല്യൂ മാത്രം മാറ്റി കൊടുത്തു നോക്കിക്കേ. എനിക്ക് വയ്യ, എന്ത് ചെയ്യുന്നു? മറ്റത് കാണുന്നില്ല. എന്റെ ആപ്പ് എന്ത്? ഡോം എവിടെ? അത് തന്നെ ഞാനും ചോദിക്കുന്നു. ഡോം എവിടെ? ദൈവമേ, ഇതുപോലെ കിളി പോയൊരു കൊച്ച്. മാം ഞാൻ ഇതിന്റെ ഒരു നോട്ടല്ല ഒരു സംഗതി എഴുതിക്കോട്ടെ മാം. ഇപ്പൊ ഈ ടെക്സ്റ്റ് ഇത് എന്നാത്തിനായിരുന്നു മാം? ആക്സസ് ചെയ്തോളാം. Syntax for locating the element using text. ഓക്കെ. ഇൻസ്പെക്ട് ചെയ്യാം, എന്നിട്ട് കൺട്രോൾ F കൊടുക്കുക, എന്നിട്ട് 10 ടൈംസ് സ്പാൻ സ്ക്വയർ ബ്രാക്കറ്റ്സില് സ്ക്വയർ ഫംഗ്ഷൻ ഈക്വൽസ്
എന്തൊക്കെയോ ഇതല്ലേ ടെക്സ്റ്റ് ഫംഗ്ഷൻ അതാ തൊട്ട് അവിടെ തന്നെ അവിടെ ഇല്ല ഡ്രാഗബിൾ ഐറ്റംസ് ലിസ്റ്റ് താഴെ വാ അയ്യോ അതൊന്ന് ഹൈലൈറ്റ് അതന്നെ കേസർ എത്തി അവിടേക്ക് ഡ്രാഗബിൾ n റേസ് ടു 2 റേസ് ടു 1 അതന്നെ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ വാല്യൂ സെലക്ട് ചെയ്യുക ടെക്സ്റ്റ് വാല്യൂ സെലക്ട് ചെയ്യുക ഓക്കെ സോ ഡ്രാഗബിൾ ആ ഡബിൾ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുക ഡ്രാഗബിൾ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഈക്വൽസ് ഡ്രാഗബിളിന്റെ മുമ്പിലാണോ ടെക്സ്റ്റ് ആ ഫംഗ്ഷൻ അതെ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഈക്വൽസ് എന്നിട്ട് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക ഈക്വൽ ഡൗൺ സിംഗിൾ കോട്ട്സ് ഇതല്ലേ ആ പക്ഷെ 1 വന്നില്ലല്ലോ മാം സിംഗിൾ കോട്ട്സ് തന്നെയല്ലേ കൊടുത്തേ പുറത്ത് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ക്ലോസ് ചെയ്തില്ല ഓക്കെ ഓക്കെ അപ്പൊ 1 കിട്ടിയില്ലേ ആ 1 ഒരു എലമെന്റിലേക്ക് അസൈൻ ചെയ്തോ ഫൈൻഡ് എലമെന്റ് എഴുതിയിട്ട് ഓക്കെ drag drop equal to self dot ആണോ ആണ് എഴുതിക്കോളൂ Drag and drop equal to self dot browser dot find element by dot text path find okay browser dot find ഇത് എവിടെ എടുക്കുന്നത് ഓക്കെ find element ബട്ട് ഇവിടുത്തത് ഓക്കെ ഓക്കെ ഇതേപോലെ സെയിം നമ്മുടെ പേജിലേക്ക് വന്നേടാ വെബ് പേജിലേക്ക് വന്നേ അയ്യോ ഇനി വെബ് പേജ് ചെയ്തായിരുന്നു ഇത് പോയിക്കൊണ്ടിരിക്കുന്ന ആദ്യം വന്നു മാം അതില് ഡോം ഒന്ന് ക്ലോസ് ചെയ്തേ ഇനി ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ ആ ഒരു റെക്ടാങ്കിൾ അതിന്റെ ടെക്സ്റ്റ് പാത്ത് എഴുതിക്കുക ഇതുപോലെ മാം കുത്തുകുത്തായിട്ടുള്ള എവിടെയാണോ അതന്നെ അപ്പൊ ഇതിനകത്തും നമ്മള് ടെക്സ്റ്റിന്റെ വാല്യൂ എടുക്കണം അല്ലേ ടെക്സ്റ്റിന്റെ വാല്യൂ എടുക്കണം നിർബന്ധമില്ല ഇവിടെ വേറെ ഏതോണ്ടല്ലോ ഡ്രോപ്പ് നെയിം ഈക്വൽസോ ഇതൊന്നുമില്ലേ ഐഡിയ ഉണ്ടല്ലോ മാം അല്ലേ ഐഡി വെച്ച് എടുക്കാം യെസ് ഐഡി ഈക്വൽ ടു മൈ ഡ്രോപ്പ് സോൺ എടുക്കാമല്ലോ ഓക്കെ എടുക്കാം മാമിന്റെ ആ ഒരു സിൻടാക്സ് ഞാനൊന്ന് എടുത്തോട്ടെ ആരാണ്ട് /div പറഞ്ഞു തരാമെങ്കിൽ ഞാനും കൂടെ ചെയ്യാം അങ്ങനെ പറഞ്ഞു തന്നെ /div സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അറ്റ് കൊടുക്കുക പറഞ്ഞു കൊടുക്കണ്ട അവള് തന്നെ നീ പറഞ്ഞു കൊടുക്കണ്ട മ്യൂട്ട് ചെയ്തേ സിംഗിൾ കോട്സിനകത്ത് മൈ ഡ്രോപ്പ് സോൺ കൊടുക്കുക എത്ര ഉള്ളൂ തോന്നുന്നു ഇത് മറ്റേതുപോലാണോ ചെയ്യേണ്ടത് നമ്മുടെ നോർമൽ എക്സ്പാത്ത് ഏരിയ മതി എടുക്കേണ്ടത് മാം നോർമൽ എക്സ്പാത്ത് ഏരിയ മതിയോ അത് @id ഈക്വൽസ് ഏരിയ മതി ഹലോ മാം ഹലോ മാം നേരത്തെ നമ്മള് സിൻടാക്സ് അയച്ചു തന്ന സിൻടാക്സ് ആയിരുന്നില്ലേ അത് ടെക്സ്റ്റിന്റെ അല്ലേ ടെക്സ്റ്റിന്റെ എല്ലായിടത്തും ഫോളോ ചെയ്യണ്ട ഇവിടെ ഐഡിന്റെ എടുത്തോ ഓക്കെ ടെക്സ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ആ സിൻടാക്സ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ 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 ഞാൻ ഒന്ന് എഴുതിയിട്ടോട്ടെ ഒരു സെക്കൻഡ് നിരഞ്ജന മാം അപ്പൊ ഈ സെയിം വേരിയബിളിലായിട്ട് ഇനി വീണ്ടും ഞാൻ സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എക്സ് പാത്ത് അങ്ങനെ കൊടുക്കണം വേറൊരു വേരിയബിളിലേക്ക് സെയിം വേരിയബിൾ അല്ല അല്ലേ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്താണ് വേറെ എന്തെങ്കിലും കൊടുക്കുക അതല്ല div dot
ചെയ്യേണ്ടി വരും മിക്കവാറും. Self browser not find element. Attribute ID equal to my drop zone. Okay, ചെയ്യട്ടെ. ഇപ്പൊ വരാവേ. ആദ്യം പോയി കയ്യിന്ന് പോകും തോന്നുന്നു. മൈ ഡ്രോപ്പ് സോൺ ആയിരുന്നില്ലേ? മൈ ആയിരുന്നോ? മൈ ഡ്രോപ്പ് സോൺ. ഓക്കെ, ഇനി അടയ്ക്കുക, ഇനി കോപ്പി വിളിക്കുക. ഇവിടെ ഡ്രാഗ് ഡ്രോപ്പ് തന്നെ ആണല്ലേ? ഇവിടത്തെ പേര് ഡ്രാഗ് ഡ്രോപ്പ് തന്നെയാണല്ലേ കൊടുത്തത്? ഈക്വൽ ടു കൊടുക്കണ്ട, വേറെ പേര് കൊടുത്തോ. ഡ്രോപ്പ് വേറെ എന്തെങ്കിലും ഒരു പേര്. ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് 1 എന്നാ കൊടുത്തത്. ഇഷ്ടമുള്ള പേര് കൊടുത്തോ. ഇഷ്ടമുള്ള ഏതെങ്കിലും പേര് കൊടുത്തോ. Underscore element സുബിറ്റി എല്ലാവരും എത്തിയായിരുന്നോടാ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ടോ സുബിറ്റി ഡയാന എത്തിയല്ലോ അല്ലെ? ഞാൻ നെക്സ്റ്റ് പറയട്ടെ. ഓക്കെ, സുബിറ്റി കഴിഞ്ഞായിരുന്നോടാ? ഡയാന, അജിത്ര? ഓക്കെ, താഴെ ആക്ഷൻ ചെയിൻസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തോടാ. ആക്ഷൻ ചേഞ്ചിനോ? മനസ്സിലായില്ല മാം. എനിക്ക് മനസ്സിലായി. ആക്ഷൻ ചെയിൻസിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേ. നമ്മൾ എങ്ങനെ ആക്ഷൻ ചെയിൻസിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത? ആക്ഷൻസ് ഈക്വൽസ് എവിടെയാ? ഡ്രോപ്പിന്റെ താഴെ. ഡ്രോപ്പിൻ നമ്മളിപ്പോ ലൊക്കേറ്റർ എഴുതിയില്ലേ? ലൊക്കേറ്റർ എഴുതിന്റെ താഴെ ടൈപ്പ് ചെയ്തേ ആക്ഷൻസ് ഈക്വൽസ് ആക്ഷൻ ചെയിൻസ് ഓഫ് സെൽഫ് ബ്രൗസർ. സെൽഫ് ബ്രൗസറോ? യെസ്, ഇതന്നെ ആക്ഷൻ ചെയിൻസ് ഓഫ് സെൽഫ് ബ്രൗസർ. ഇത് തന്നെ ടാബ് അടിക്കേ. കിട്ടിയായിരുന്നോ റിന്റു?
ആക്ഷൻസ് ഈക്വൽസ് ആക്ഷൻ ചെയിൻസ് ഓഫ് സെൽഫ് ഡോട്ട് ബ്രൗസർ. ഇത്രയും മാം കിട്ടിയോ? അത് റൈറ്റ് ക്ലിക്കിന് വേണ്ടിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ഷൻ ചെയിൻസ് എന്ന് പറഞ്ഞ ക്ലാസ് തന്നെയാണ് റൈറ്റ് ക്ലിക്കിനും ഹോവറിങ്ങിനും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെങ്കിൽ അതന്നെ യൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കണം. ഒബ്ജക്റ്റ് ഇല്ലേ മാം? അത് ഒബ്ജക്റ്റ് ആണ്. ആക്ഷൻ ചെയിൻസ് ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ഹോവറിങ്ങിനും റൈറ്റ് ക്ലിക്കിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? താഴെ ടൈപ്പ് ചെയ്യാം ആക്ഷൻസ് ഡോട്ട് ടൈപ്പ് ചെയ്തോടാ ആക്ഷൻസ് ഡോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഡ്രാഗ് അണ്ടർസ്കോർ ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എടുക്കടാ. ഇതോ? അതിൽ ആദ്യം ഏത് വാല്യൂ വരണം? നമ്മൾ ഡ്രാഗബിളിന് ഏതാ എടുത്തത് ആ വാല്യൂ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വരും. ആദ്യം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, പിന്നെ രണ്ടാമത് കൊടുത്തത് ഡ്രോപ്പിന് ആണോ? അതെ. ഓക്കെ, ഇവിടെ അതെവിടെ വരും? അത് കോമേറ്റ് എഴുതിയാൽ മതിയോ മാം? കോമേറ്റ് ഡ്രാഗ് അണ്ടർസ്കോർ ആൻഡ് ഡ്രോപ്പ് drag drop comma drop in dot perform dot perform. ഒരു മിനിറ്റ് മാം, എനിക്ക് ഒരു മിനിറ്റ് സമയം തരോ? ഓക്കെ. യാ മാം പറഞ്ഞു. ഓക്കെ, ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിന് ഒന്ന് ഇൻവോക്ക് ചെയ്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേടാ. ഇൻവോക്ക് ചെയ്യണം, കോൾ ചെയ്യാൻ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന ഫംഗ്ഷനെ നമ്മൾ വെരിഫൈ ആക്ഷൻസിനെ കോൾ ചെയ്ത പോലെ കോൾ ചെയ്തേ താഴെ വന്നിട്ട്. എടാ ഒബ്ജക്റ്റ് കൊടുത്തിട്ടില്ല, ഹാൻഡ്ലിംഗ് ആക്ഷൻസ് ഒബ്ജക്റ്റ് കൊടുത്തിട്ടില്ലേ? ഡോട്ട് വെരിഫൈ ആക്ഷൻസിന് പകരം അവിടെ ഡോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊടുത്തേ. വെരിഫൈ ആക്ഷൻസ് കമന്റ് ചെയ്തോ വേണമെങ്കിൽ. എല്ലാം പടം പെർഫോം ചെയ്യണ്ടല്ലോ. പിന്നെ ഇൻവോക്ക് ചെയ്യുക അല്ലേ? അതാകുമ്പോഴേ ആ ടേമും പഠിക്കാം. ഏതാടാ? ഇപ്പം ഇതിപ്പോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ ഇതെന്ന് പറയുമ്പം ഇൻവോക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഓക്കെ, ഇതിനെയാണ് ഇൻവോക്ക് ചെയ്തതെന്ന് നമ്മുടെ തലയിൽ നിൽക്കുമല്ലോ. ആ ടൈം കേട്ടാ മനസ്സിലാവുമല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അതിന് അപ്പൊ മാം ഇൻവോക്ക് ചെയ്യാൻ പറയാൻ പറയുക. അതായത് അത് മാം ഓൾറെഡി പറഞ്ഞായിരുന്നു ഇൻവോക്ക് ചെയ്യാൻ. ഞാൻ കേട്ടില്ല. സാരല്ല, പൊട്ടു എക്സിക്യൂട്ട് ചെയ്യടാ. ഓക്കെ, പോയി. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്തോ. അയ്യോ, അത് കാണാൻ പറ്റില്ല. ആക്ഷൻസ് കഴിഞ്ഞല്ലേ മാം? പെർഫോം കഴിഞ്ഞിട്ട്? അതെ.
ഡ്രോപ്ഡ് ഐറ്റംസിൽ വന്നില്ലേ? ആ 1 അല്ലേ ഞാൻ കൊടുത്തത്? അതല്ലോ. 1 ആ കൊടുത്തത്. 1 അത് കൊടുത്തു, അത് വന്നു. ഇവിടെ വന്ന് ഇത് ചെയ്തു. ടോപ്പ് ആൻഡ് റീഡണോ എന്താണ് എന്താണ് മാം? എനിക്ക് വേറൊരു സാധനം അടിക്കുന്നു, എന്താന്ന് ഷെയർ മനസ്സിലാവുന്നില്ല. ചെയ്തേ, സ്ക്രീൻ ഷെയർ ചെയ്തേ. ഒരു മിനിറ്റ് മാം. ഡയാന, അജിത്ര, സുബിത്തി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേടാ? മാം ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഞാൻ നോക്കട്ടെ, മറ്റേ ഡ്രാഗ് ചെയ്ത് പോകുന്നുണ്ടോന്നേ. അയ്യോ. കിട്ടി കിട്ടി കിട്ടി. എന്നാല് ഞാൻ ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്. കണ്ടുപിടിച്ചിട്ട് തോന്നുന്നു. അയ്യോ, ഒരു സെക്കൻഡ്. ഷെയർ ചെയ്തേ സ്ക്രീന്. റിന്റു മാം എനിക്ക് കിട്ടി. സ്ക്രീൻ ഷെയർ ചെയ്യണോ? ഓക്കെ. റിന്റു ഒന്ന് ഷെയർ ചെയ്തോടാ. നിന്റത് എവിടെയോ പോയി. ഇത് കാണാവോ മാം? കാണാം കാണാം. ഷെയർ ചെയ്തോ? മാം ഇപ്പൊ ഒന്നും പറയല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇതൊന്നും കണ്ടുപിടിച്ചോട്ടെ ഇതിനകത്ത്. ഇതെന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ പറ്റിയ? ഇതൊക്കെ എവിടെ പോകുന്നു? ഓക്കെ. കിട്ടി കിട്ടി കിട്ടി. ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പൊ മനസ്സിലായി. കിട്ടിയല്ലോ. ആ. ഓക്കെ. സുബിത്തി, അജിത്ര, ഡയാന ഓക്കെ അല്ലടാ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെരിഫൈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വരെയാണ് ഇപ്പൊ എടുത്തത് അല്ലേ? ഈ പറഞ്ഞ എത്രയും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ചോദിച്ചത് കേട്ടോ. മാം ഞാൻ ആ ടോപ്പിക് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ആടം ചെയ്തിട്ട് മാം, ഈ നമ്മളിപ്പോ ഈ മൗസ് ഓവർ ചെയ്യുന്നതും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതും അതുപോലെ എന്താണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ, ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഫയലിൽ അങ്ങനെ ചെയ്യാവോ മാം? സെപ്പറേറ്റ് ഫയൽസിലും ചെയ്യാം, യെസ്. പക്ഷെ അപ്പൊ ഓരോ പ്രാവശ്യവും ഈ നമ്മുടെ ഹാൻഡ്ലിംഗ് ആക്ഷൻസ് കൊടുക്കണമായിരിക്കും അല്ലെ? ആക്ഷൻസ് കൊടുക്കണം, എല്ലായ്പ്പോഴും ആക്ഷൻ ചെയിൻസ് കൊടുത്തോണ്ടിരിക്കണം. അതായത് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം, റൈറ്റ് ക്ലിക്കിലും മൗസ് ഓവറിലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലും ആക്ഷൻ ചെയിൻസ് നിർബന്ധമാണ് അല്ലേ? അതെ. മറന്നു പോകുന്നുള്ള ഒരൊറ്റ പേടിയുള്ളൂ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല നമുക്ക്. നമ്മുടെ പ്രൊജക്ടിന്റെ പെർസ്പെക്റ്റീവ് വരുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും യൂസ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഓക്കെ. നമ്മുടെ പ്രൊജക്ടിന്റെ പെർസ്പെക്റ്റീവിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതല്ലാതെ ഇപ്പൊ എന്താ പറയുക, എവിടെയെങ്കിലും ഹോവറിങ്ങിന്റെ ഒക്കെ ടെസ്റ്റ് കേസ് വന്ന് എഴുതാൻ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്. അല്ല, നമുക്ക് ഏത് വെബ്സൈറ്റും ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ ആ ഹോവർ ചെയ്യൊക്കെ വേണമല്ലോ അല്ലേ? യെസ്, അങ്ങനെ ആ സമയത്ത് നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ആവശ്യമാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ചെയ്യുന്ന പ്രൊജക്ടിന്റെ പെർസ്പെക്റ്റീവിൽ ഇത് അത്രയ്ക്ക് തന്നെ ആവശ്യം വരത്തില്ല എന്നാണ്. മനസ്സിലായി? നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ ഹോവറിംഗ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഫ്രെയിംസ്, ഹാൻഡ്ലിംഗ് ഫ്രെയിംസ്. ഒരു ഫ്രെയിമിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് നമ്മൾ. ഹാൻഡ്ലിംഗ് ഫ്രെയിം അല്ലേ? ഹാൻഡ്ലിംഗ് ഫ്രെയിംസ്.
ഫ്രെയിം എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് എൻ്റെ വെബ് ആപ്ലിക്കേഷനിൽ കൊണ്ടുവരണമെങ്കിൽ ആസ് എ ഡെവലപ്പർ യൂസ് ചെയ്യുന്നതാണ് ഫ്രെയിംസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഡെവലപ്പേഴ്സിന് എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൈൻഡ് ഓഫ് തിങ്സിനെയോ എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ, എൻ്റെ വെബ് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ അപ്ലിക്കേഷൻസിൽ അധികം നമ്മൾ ഫ്രെയിംസ് കാണാറില്ല. കുറച്ചൊരു ലെഗസി വെബ് ആപ്ലിക്കേഷൻസ് എല്ലാം വരില്ലേ, പഴയ സാധനം, കുറച്ചൊരു പഴയ ആപ്ലിക്കേഷൻസ്, അതായത് അപ്ഡേഷൻസ് അധികം വരാത്ത വെബ്സൈറ്റ്സ് ഉണ്ടാവില്ലേ, അവിടെയാണ് നമ്മൾ കൂടുതലും ഫ്രെയിംസ് കണ്ടിട്ടുള്ളത്. മാം അപ്പൊ ഈ പൈത്തന്റെ പൈറ്റസ്റ്റ് എന്താണ് ശരിക്കും? പൈറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ്. പൈത്തന്റെ അകത്ത് തന്നെയുള്ളതാണ് അല്ലേ? പൈത്തൺ യൂസ് ചെയ്ത് നമ്മളൊരു ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്രെയിംവർക്ക് ആണ് പൈറ്റസ്റ്റ്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഞാനിപ്പോ ഒരു സെക്കൻഡ് ഇപ്പൊ വരാവേ. ആ ഫ്രെയിംവർക്ക് യൂസ് ചെയ്താണ് നമ്മുടെ പ്രോജക്റ്റ് ചെയ്യുന്നത്. അതെ ഇപ്പൊ വരാവേടാ, 2 സെക്കൻഡ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് ഫ്രെയിംസ്. സോ എനിക്കൊരു ഫ്രെയിമിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സെലീനിയത്തിന് സെലീനിയത്തിന്റെ കേസിൽ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് സെലീനിയത്തിന് ഒരു കപ്പാസിറ്റി ഇല്ല. അതായത് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ടൂള്, ഒരു ഡോക്യുമെന്റോ വാട്ടെവർ ഇറ്റ് ഈസ്, ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു സംഭവത്തിന് അല്ലെങ്കിൽ പുതിയൊരു ടാബിനെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് പോയി ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി സെലീനിയത്തിന് ഇല്ല. ഓക്കെ, ക്ലിയർ ആണോടാ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? അതായത് നിങ്ങൾ നിൽക്കുന്ന ഒരു പേജിൽ ഏതൊക്കെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആ വെബ് ആപ്ലിക്കേഷൻ്റെതായിട്ടുള്ള എലമെന്റ്സിനെ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ വെബ് ആപ്ലിക്കേഷന്റെ ആ ടാബിലുള്ള ഡാറ്റയെ മാത്രമേ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ബൈ ഡിഫോൾട്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റിനകത്ത് ഒരു അഡീഷണൽ തേർഡ് പാർട്ടി ലിങ്ക് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അതിനെ ഡയറക്ട്ലി പറ്റത്തില്ല. ഡയറക്റ്റ് ആയിട്ട് ഞാൻ സെലീനിയം യൂസ് ചെയ്തിട്ട് ഞാനൊരു ലൊക്കേറ്റർ എഴുതിയാൽ അത് ഫെയിൽ ആയി പോകും. ഓക്കെ, മനസ്സിലായോ? സെലീനിയത്തിന്റെ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഫെയിൽ ആയി പോകും. ഇനി നമുക്കതിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെ? അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്വിച്ച് ടു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, സ്വിച്ച് അണ്ടർസ്കോർ ടു. അതായത് ഈ തേർഡ് പാർട്ടി ലിങ്കിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതോ? അതെ, തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? സ്വിച്ച് ടു യൂസ് ചെയ്യുന്നത്. സ്വിച്ച് അണ്ടർസ്കോർ ടു ആണോ? അതെ, ഫംഗ്ഷൻ ഉണ്ടോ മാം? ഇല്ല. അതെ, ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് സ്വിച്ച് അണ്ടർസ്കോർ ടു. ഓക്കെ, ഇനി ഞാനൊരു ഇത് തരാം, ഒരു URL തരാം. ആ URLിലേക്ക് ജസ്റ്റ് ഒന്ന് മാനുവലി ഒന്ന് നാവിഗേറ്റ് ചെയ്യാം കേട്ടോ. ഇതാണോ ഫ്രെയിംസ് ആണോ? എന്താണ്? അതന്നെ. ഓക്കെ, ഇവിടെ ഒന്ന് താഴേക്ക് വന്നേടാ. ദിസ് ഈസ് എ സാമ്പിൾ പേജ്. കണ്ടോ? ദിസ് ഈസ് സാമ്പിൾ പേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടായിരുന്നോ? അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തേ.
ഇൻസ്പെക്ട് കൊടുക്കുക. എക്സ്പാൻഡ് ചെയ്തേടാ, ഇതാ മാം. അത് എക്സ്പാൻഡ് ചെയ്തു മതി. ഇവിടെ ഐ ഫ്രെയിം മുകളിലൊരു ടാഗ് കണ്ടായിരുന്നോ? ഐഫ്രെയിമോ? ഇത് ആ ഈ ഐ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് നെയിം കണ്ട് കൺഫേം ചെയ്തോളുക, അതൊരു ഫ്രെയിം ആണ്. ഓക്കെ, ക്ലിയർ ആണോടാ? മാം ഒരു സെക്കൻഡ്. എടാ റിന്റു ഒന്ന് ആദ്യോട്ട് പോവോ മാം? ഒന്നും കൂടി എനിക്കൊന്ന് പറഞ്ഞു തരും. ഞാനേ റിന്റുവിന്റെ പേജും എന്റെ പേജും എല്ലാം കൂടെ നോക്കി ഇപ്പം ഓക്കെ ഓക്കെ. ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷനെ ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആപ്ലിക്കേഷനെ ലോഡ് ചെയ്യണം. ഓക്കെ, ലോഡ് ചെയ്യുമ്പോൾ ദിസ് ഈസ് എ സാമ്പിൾ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ കണ്ടോ? കണ്ട് കണ്ട്. ഇതൊരു തേർഡ് പാർട്ടി ഡോക്യുമെന്റ് ആണ്. ദിസ് ഈസ് എ സാമ്പിൾ പേജ് എന്ന തേർഡ് പാർട്ടി ഡോക്യുമെന്റ് ആണ്. ആൻഡ് ഇതിനെ പുഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രെയിം ആണ്. നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഐ ഫ്രെയിം എന്ന് മുകളിൽ കാണാം. നമുക്ക് കണ്ടോ? ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കണ്ടോ? ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ആണോ ഇത് കാണുന്നത്? യെസ്. ഈ ഐ ഫ്രെയിം എന്ന് പറഞ്ഞ ടാഗ് കണ്ടാൽ കൺഫേം ചെയ്തോളൂ അതൊരു ഫ്രെയിം ആണ്. ഓക്കെ, അതായത് തേർഡ് പാർട്ടി ഇതാണ്, തേർഡ് പാർട്ടി ആണ്. അതെ, നമ്മൾ ഇതുവരെ പഠിച്ച ഫൈൻഡ് എലമെന്റ് അല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ സജഷൻസിൽ വന്നിട്ടുണ്ടാവും ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? മാം ഫൈൻഡ് എലമെന്റ് അല്ലേ നമ്മൾ പഠിച്ചത്? ഇപ്പൊ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫൈൻഡ് എലമെന്റ്. എലമെന്റ്സ് വരുന്നു. ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട് നമ്മുടെ വെബ് ഡ്രൈവറിന്. അതായത് ഒന്നിൽ കൂടുതൽ വാല്യൂസിന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എലമെന്റ്സിനെ എനിക്ക് ഒരുമിച്ച് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്സ്. ഇതിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലമെന്റിനെ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ 1 of 1 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ? സ്പെസിഫിക് ആയിട്ടുള്ള വെബ് എലമെന്റിനെ മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ? ഇനി ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്സ് എന്ന് വെച്ചാൽ അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സിനെ ആയിരിക്കും. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സിനെ ആയിരിക്കും. ക്ലിയർ? ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ളത് ഫൈൻഡ് എലമെന്റ് പറഞ്ഞു, ഫൈൻഡ് എലമെന്റ്സ് പറഞ്ഞു. നമ്മൾക്ക് ഇവിടെ എനിക്കിതിൽ എത്ര ഫ്രെയിംസ് ഉണ്ട് എനിക്ക് ലിസ്റ്റ് കിട്ടണമെന്ന് കൗണ്ട് കിട്ടണമെന്ന് വിചാരിക്കുക. ഒരു ആപ്ലിക്കേഷനിൽ എത്ര ഫ്രെയിംസ് ഉണ്ടെന്ന് എനിക്കൊന്ന് കൗണ്ട് ചെയ്യണം. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പേജിനകത്താണോ അതോ ഫുള്ളി? ഈ ഒരു പേജില് ഓക്കെ, ഈ ഒരു പേജിന്റെ അകത്ത് എത്ര ഐ ഫ്രെയിംസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം എന്ന് വിചാരിക്കും. ഞാൻ ഫൈൻഡ് എലമെന്റ് യൂസ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഫൈൻഡ് എലമെന്റ്സ്. മാം മൊത്തത്തിൽ അവയിൽ വരുവായി. അപ്പൊ ഈ ഐ ഫ്രെയിം എന്തോ മാം? ഐ ഫ്രെയിം എന്ന് പറയുന്നതല്ലേ തേർഡ് പാർട്ടി ടൂള്? അതായത് എത്ര തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ അല്ലെ എത്ര തേർഡ് പാർട്ടി ഓപ്ഷൻസ് നമ്മുടെ പേജിൽ ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, എത്ര തേർഡ് പാർട്ടി പേജസ് ഉണ്ടെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുന്നത് ഞാൻ. ഓക്കെ, മനസ്സിലായടാ? അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഫൈൻഡ് എലമെന്റ് പറ്റത്തില്ല. എലമെന്റ്സ് യൂസ് ചെയ്യണം. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ക്ലിയർ ആണോ? റിന്റുവിന് ക്ലിയർ ആണോടാ? എനിക്ക് ക്ലിയർ അല്ല മാം, എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞുതരാം. ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്ന ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മളൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. അത് നമ്മൾ 1 of 1 അല്ലേ എക്സ്പെക്ട് ചെയ്യുന്നത്? അതായത് ഒരു എലമെന്റിനെ മാത്രമേ നമ്മൾ ലൊക്കേറ്റ് ചെയ്യത്തുള്ളൂ. അതെ. ഇനി ലെറ്റ്സ് സേ എനിക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ് എനിക്ക് കൗണ്ട് ചെയ്യേണ്ടത്.
അങ്ങനെ വരുമ്പോ ഞാൻ ലൊക്കേറ്റർ യൂസ് ചെയ്യുന്നത് ഫൈൻഡ് എലമെന്റ് ആണോ എലമെന്റ്സ് ആണോ? എലമെന്റ്സ് വരും. എലമെന്റ്സ് വരും. യെസ്, കറക്റ്റ്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. മാം അവിടെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാം ഇത് ഈ ഹാൻഡ്ലിംഗ് ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ ഐ ഫ്രെയിം എന്ന് പറയുമ്പോൾ അതൊരു തേർഡ് പാർട്ടി ഐ ഫ്രെയിം യൂസ് ചെയ്താണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നതെന്നല്ലേ പറഞ്ഞു? അതെ അതെ, ഐ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ടാഗ് നെയിം ആണ് നമ്മൾ ഫ്രെയിമിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓ, ടാഗ് നെയിം ഐ ഫ്രെയിം. ഐ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ടാഗ് നെയിം ആണ് അല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി മാം. മൊത്തത്തിൽ മനസ്സിലായോ? ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. നാളെ നമുക്ക് അതിന്റെ കോഡ് എഴുതാം. ഓക്കെ, നാളെ സോറി മൺഡേ തെറ്റി പറഞ്ഞാണ്. മൺഡേ ഉള്ളൂ. മൺഡേ നമുക്ക് അതിന്റെ കോഡ് എഴുതാം. ഓക്കെ, നമുക്ക് 2-3 ടോപ്പിക്സ് കൂടി ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബേസിക്സ് കഴിയും. നമ്മൾ പൈടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിലേക്കാണ് കടക്കുന്നത്. ഓക്കെ മാം ഒരു 5 മിനിറ്റ് നിൽക്കാൻ പറ്റുമോ മാം? എടാ, അപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് മാം, അതിനൊന്ന് റിപ്ലൈ ചെയ്യാവോ? ഞാൻ നോക്കി റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടായിരുന്നു. കേൾക്കാൻ ടൈം പറ്റില്ല, സെഷനിലായിരുന്നു ഞാൻ. ശരി മാം, താങ്ക് യു. താങ്ക് യു. ബൈ.